അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദ് നബവിയുടെ ചാരത്തിരിക്കുമ്പോ അല്ലാഹുവിന്റെ ദീന് ചോദിച്ചു പഠിക്കാൻ സ്വഹാബത്ത് കടന്നു വരാറുണ്ട്. എല്ലാ സമയത്തും കടന്നു വരുന്ന സ്വഹാബത്തുണ്ട്. കുറച്ചു സമയം കിട്ടിപ്പോയാൽ മുസ്തഫ നബി തങ്ങളുടെ ചാരത്ത് വന്നുകൊണ്ട് മുത്തു നബിയേ, അല്ലാഹുവിന്റെ ദീനിനെ പറ്റി ഒന്ന് പറയുവോ എന്ന് ചോദിച്ചു പഠിച്ച് മനസ്സിലാക്കുന്ന സ്വഹാബത്തുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോ ഒരു സ്വഹാബി ഓടി വരികയാണ്. വന്നുകൊണ്ട് പുണ്യ നബിയെ വിളിക്കുകയാണ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹിയോട് സലാം പറഞ്ഞിട്ട് പറയാ, പുണ്യ നബിയേ, ഞാൻ ഈ സദസ്സിലേക്കൊന്ന് കടന്നു വന്നത് വെറുതെയല്ല നബിയേ, എനിക്കൊരു കാര്യം പഠിക്കാനാണ്, ചോദിക്കാനാ, എനിക്ക് മനസ്സിലാക്കാനാണ് നബിയെ കടന്നു വന്നിട്ടുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മോനെ, എന്താണോ നിന്റെ ആഗ്രഹം? ഏതോ കാര്യം ചോദിക്കാനാണോ കടന്നു വന്നത്? നീ ചോദിക്കുക എന്ന് പറഞ്ഞപ്പോ ആ വന്നിട്ടുള്ള സ്വഹാബി റസൂലുള്ളാഹിന്റെ സമക്ഷത്തിൽ കടന്നു വന്നിട്ട് പറയാ, മുത്തുനബിയേ, صليت صلوات خمسة وأديت الزكاة وصمت رمضانا وقمت لياليا من مات على هذا يا رسول الله. قال النبي محمد صلى الله عليه وسلم كان مع النبيين والصديقين والشهداء يوم القيامة. അല്ലാഹുവിന്റെ ഹബീബിന്റെ സമക്ഷത്തിലേക്ക് ഒരു നന്നായിട്ട് കേട്ടോളി. ഈ ഒരൊറ്റ ഹദീസ് മതി നമുക്കൊക്കെ നന്നാവാൻ, നമുക്കൊക്കെ സ്വർഗം കിട്ടാൻ, നമുക്കൊക്കെ സന്തോഷമായി ഈ സദസ്സിൽ പിരിയാൻ. എന്തേ? റസൂലുള്ളാഹിന്റെ സമക്ഷത്തിലേക്കൊന്ന് കടന്നു വന്നിട്ട് ചോദിക്കുകയാ, നബിയെ, ഒരു ളുഹർ ഞാൻ മുടക്കിയിട്ടില്ല, ഒരു അസർ ഞാൻ മുടക്കിയിട്ടില്ല, ഒരു ഇശാ ഞാൻ മുടക്കിയിട്ടില്ല. അതുകൊണ്ട് റസൂലല്ലാഹ് എന്റെ സംശയങ്ങൾ മാറ്റാൻ കടന്നു വന്നതാണ്. 5 വഖത്തും ഞാൻ നിസ്കരിക്കുന്നുണ്ട് നബിയേ. വഅദൈതു സക്കാ, എന്റെ സ്വത്തിന്റെ സക്കാത്ത് ഞാൻ കൊടുക്കുന്നുണ്ട് നബിയേ. വെള്ളിയുടെ സക്കാത്ത് ഞാൻ കൊടുക്കുന്നുണ്ട് നബിയേ. സ്വർണത്തിന്റെ സക്കാത്ത് ഞാൻ കൊടുക്കുന്നുണ്ട് നബിയേ. വസുന്ദു റമളാന, അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട റമളാനെന്ന് കടന്നു വന്നാൽ ഇന്നിവിടെ കടന്നു വന്നു പോയ ചെറുപ്പക്കാരാ, പാശ്ചാത്യന്റെ പച്ച പരിഷ്കാരത്തിന്റെ പരദീസയിലൂടെ പാരിപ്പറന്നുകൊണ്ട് കളിച്ചു രമിച്ചു സുഖിച്ചുകൊണ്ട് കടന്നു പോകുമ്പോഴപ്പോഴും അല്ലാഹുവേ, റമളാനെന്ന് കടന്നു വരുന്നുവെന്നറിഞ്ഞാൽ ഒരു കൊടുത്തുകൊണ്ട് മുസല്ലാതിരിച്ചുകൊണ്ട് വീടിന്റെ ഉള്ളിൽ പാതിരാത്രി എഴുന്നേറ്റ് നിന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞിട്ട് നിസ്കരിച്ചു പോയ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പരിശുദ്ധമാക്കപ്പെട്ട പള്ളിയിലേക്ക് ഓടിപ്പോയിട്ട് തസ്ബീഹ് നിസ്കരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, തറാവീഹ് നിസ്കരിക്കാൻ ഓടിപ്പോകുന്ന ചെറുപ്പക്കാരാ, അവിടെ ഉള്ള ഖത്തീബുമാരോട് ഉസ്താദുമാരോട് ദുആ ചെയ്യണം ഉസ്താദേ എന്ന് പറഞ്ഞിട്ട് മനസ്സ് തുറക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ സ്വഹാബി കടന്നു വന്നിട്ട് റസൂലുള്ളാഹിയോട് പറയാ, മുത്തുനബിയേ, വസുന്ദു റമളാന, പരിശുദ്ധമാക്കപ്പെട്ട റമളാനെന്ന് കടന്നു വന്നാൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് കടന്നു വരുന്ന, സ്വർഗത്തിന്റെ ആനുകൂല്യങ്ങൾ കൊണ്ടുവരുന്ന, സന്തോഷത്തിന്റെ നിറമാലകൾ ആഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കുന്ന, അല്ലാഹുവേ, ഓരോന്ന് ചെയ്താലും കൂടുകൾ ഇങ്ങനെ ഒരുപാട് കിട്ടിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ ഉണ്ടല്ലോ. ഖുർആൻ ഓതിയാൽ എത്ര കൂലിയാ, സ്വലാത്ത് ചൊല്ലിയാൽ എത്ര കൂലിയാ, നിസ്കരിച്ചാൽ എത്ര കൂലിയാ, ഒരു ളുഹറിന് എത്ര കൂലിയാ, ഒരു അസറിന് എത്ര കൂലിയാ, ഒരു ഇശാഇന് എത്ര കൂലിയാ, തസ്ബീഹ് നിസ്കരിച്ചാൽ എത്ര കൂലിയാ, സ്വതക്ക ചെയ്താൽ എത്ര കൂലിയാ. അതെല്ലാം മനസ്സിലാക്കിയിട്ട് പുണ്യ നബിയേ, റമളാനിൽ ഞാൻ നോമ്പെടുക്കാറുണ്ട് നബിയേ. അത് മാത്രവുമല്ല, വഖുന്തുലയാലിയാ, പകല് മുഴുവനും നോമ്പെടുക്കുന്നെന്ന് മാത്രമല്ല, നോമ്പ് തുറന്നിട്ട് ഒരൽപ്പം ക്ഷീണം മൂലം മാറ്റാൻ
പറയാതെ പടച്ചവന്റെ പള്ളികളുടെ മിനാരങ്ങളിലൂടെ എന്നുള്ള ബാങ്കിന്റേതായിട്ടുള്ള മണിനാദം ഭരണപുടങ്ങളിലേക്കും നടിച്ചു കയറുമ്പോ അല്ലാഹുവിന്റെ റസൂലേ ഓടിപ്പോവുകയാണ്. എവിടെയെന്നറിയോ? പടച്ചവന്റെ പള്ളിക്കുള്ളിലേക്ക് ഓടിപ്പോവുകയാ. എന്തിനാണ്? അവിടെ ചെന്നുകൊണ്ട് തറാവീഹ് നിസ്കരിക്കാനാണ്. അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹു എനിക്ക് ആഫിയത്ത് തന്ന, അല്ലാഹു എനിക്ക് ഇസ്സത്ത് തന്ന ആ സമയം മുതൽ ഒരു മുഹറും ഞാൻ മുടക്കിയിട്ടില്ല നബിയേ, ഒരു അസറും ഞാൻ മുടക്കിയിട്ടില്ല നബിയേ, ഒരു ഇശാഉം ഞാൻ മുടക്കിയിട്ടില്ല നബിയേ. സ്വത്തിന്റെ സക്കാത്ത് കൊടുത്തു നബിയേ, റമളാനിൽ നോമ്പെടുത്തു നബിയേ, പാതിരാത്രി നിന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിസ്കരിച്ചിട്ടുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂലേ, മമ്മാത അലാ ഹാദാ യാ റസൂലല്ലാഹ്, ഇങ്ങനൊക്കെ ചെയ്തുകൊണ്ട് ഈ ദുനിയാവിന്റെ പുറത്തുനിന്ന് ഞാൻ മരിച്ചുപോയാൽ എന്റെ സ്ഥാനം എവിടെയാണ് നബിയേ? അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ള പറയാ, കാന മഅൻ നബിയ്യീന വസ്സിദ്ദീഖീന വശ്ശുഹദാ. അബൂബക്കർ കിടക്കുന്ന സ്വർഗമുണ്ടല്ലോ, ഉമർ കിടക്കുന്ന സ്വർഗമുണ്ടല്ലോ, ഉസ്മാൻ കിടക്കുന്ന സ്വർഗമുണ്ടല്ലോ. അല്ലാഹുവേ, പരിശുദ്ധമാക്കപ്പെട്ട ദീനിന് വേണ്ടിയിട്ട് യുദ്ധത്തിന്റെ അനാഗണത്തിലേക്കൊന്ന് കടന്നുപോയിട്ട് കൈകാലുകൾ കൊടുത്തുപോയ പ്രിയപ്പെട്ട സ്വഭാവത്തുണ്ടല്ലോ, അങ്ങനെയുള്ള പ്രിയപ്പെട്ട സ്വഭാവത്ത് കിടക്കുന്ന സ്വർഗീയ ലോകത്തിലാണ് മോനെ, സ്വർഗീയ ലോകത്തിലാണ്. നിസ്കരിച്ചു, ഒരു വക്കത്ത് മുടക്കിയിട്ടില്ല. ഇങ്ങനൊക്കെ ചെയ്തിട്ട് ഞാൻ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞാൽ എന്റെ സ്ഥാനം എവിടെയാണ്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൊക്കെ നന്നായിട്ട് കാതുകൊടുത്തെന്ന് കേൾക്കാം. കുറ്റം പറയല്ല, ആക്ഷേപിക്കല്ല. മുസ്തഫ നബി തങ്ങളുടെ വാക്കാണ്. എന്താ? ആരംഭം പൂവായ മുസ്തഫ നബി വാക്കാണ്, അമ്പിയ രാജ നിലാവിലെങ്ങും കുളിരാണ്, പുണ്യമദീനതൻ ചാരത്താകെ കുളിരാണ്, കരളേ നീലാവു പോൽ നീടും ഒരു വാക്കാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്ക് ഹൃദയത്തിന്റെ ഉള്ളിൽ, ഖൽബിന്റെ ഉള്ളിൽ എപ്പോഴും നന്നായിട്ട് പ്രകാശിച്ചുകൊണ്ടിരിക്കും. ഉറപ്പാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ, എന്നോട് ഇഷ്ടമുള്ള ഒരുപാട് ചെറുപ്പക്കാരിവിടെ ഉണ്ട്. പലരും വിളിച്ചിട്ടുണ്ട്. അങ്ങനെ എന്നെ ഇഷ്ടപ്പെട്ട, സ്നേഹിക്കുന്ന എല്ലാവരോടും പറയാണ്. ആദ്യം എന്നോടാണ് ഞാൻ ഈ പറയാൻ. ഞാനിപ്പോ വലിയ കെട്ടൊക്കെ കെട്ടി വലിയ ചിപ്പ കെട്ടെന്ന് പറഞ്ഞാലും ഇത് ഞാൻ ഈ പറയുന്ന കാര്യം എനിക്കുണ്ടെങ്കിലേ ഞാനും രക്ഷപ്പെടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ പരാജയത്തിന്റെ പടുകുഴിയിലാണ്. ഏതൊക്കെ മേഖലയേക്കൊന്ന് കടന്നു പോയാലും അവിടെയൊക്കെ അധപ്പതനത്തിന്റെ കെടാവിളക്കിന്റെ ചവിട്ടുകൊട്ടയിൽ വീണുപോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതിന് എത്ര വലിയ ഉസ്താദുമാരാണെങ്കിലും തങ്ങന്മാരാണെങ്കിലും ആരാണെങ്കിലും ഈ പറയുന്ന ഒരു കാര്യം വേണം. സഹാബി പറഞ്ഞു, ഒക്കെ ചെയ്യുന്നുണ്ട്, എന്റെ സ്ഥാനം ഇവിടെ. പുണ്യനബി പറയും, പുണ്യനബി ഷാറിട്ടില്ല. നിങ്ങളെ സ്വലാത്ത് ഇങ്ങനെ ചെല്ലണം, എന്നാലും നമുക്കൊരു ഷാറിട്ടുള്ളൂ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി അൽഹംദുലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറഞ്ഞു, മോനെ സ്വർഗത്തിലാണ്. സ്വഹാബിക്ക് ഭയങ്കര സന്തോഷം. സ്വർഗത്തിലാണെന്ന് പറഞ്ഞപ്പോ സ്വഹാബിയുടെ മനസ്സിന് വല്ലാത്ത സന്തോഷമാണ്. അവിടെ നിന്ന് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പിരിയാവൊരുങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂൽ വിളിച്ച്, പൊന്നുമോനെ, പൊന്നുമോനെ, പൊന്നുമോനെ. ഈ പറഞ്ഞതൊക്കെ ശരിയാണ്. മാലം മാതാവിനെ പിതാവിനെ വെറുപ്പിച്ചു പോയോ? മാതാവിനെ പിതാവിനെ വെറുപ്പിച്ചു പോയോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എത്ര നിസ്കരിച്ചിട്ടെന്താ, എത്ര നോമ്പെടുത്തിട്ടെന്താ, എത്ര സകാത്ത് കൊടുത്തിട്ടെന്താ, പാവപ്പെട്ടവന്റെ കണ്ണുനീരപ്പോൾ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടിട്ടെന്താ ചെറുപ്പക്കാരാ? നിന്റെ കണ്ണുകൊണ്ട് ഇന്ന് പ്രഭാഷണത്തിൽ
കല്യാണത്തിന്റെ വേദിയിലേക്കൊന്ന് കടന്നു വരുന്ന സമയം വരെ മാതാവിനോട് സ്നേഹത്തോടെ പെരുമാറിയ ചെറുപ്പക്കാരാ, പിതാവിനോട് സ്നേഹത്തോടെ പെരുമാറിയ ചെറുപ്പക്കാരാ, കുഞ്ഞുമോനെ പ്രഭാഷണത്തിന് വരുന്നതിന് മുമ്പ് ഒരൊറ്റ വെട്ടം നിന്റെ ഉമ്മയുടെ മുഖത്തെ ദേശത്തിന്റെ വെറുപ്പിന്റെ ഒരു നോട്ടം നോക്കിയ 1000 കൊല്ലക്കാലം അല്ലാഹു നിനക്ക് ജീവിക്കാൻ സൗഭാഗ്യം തന്ന 1000 കൊല്ലക്കാലം ളുഹറുകള് അസറുകളും മഗ്രിബുകളും ഇശാഉകളും മുടങ്ങാതെ നീ നിസ്കരിച്ചുകൊണ്ട് കടന്നുപോയാൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അത് മുഴുവൻ നീ ഒരൊറ്റ നോട്ടം കൊണ്ട് അല്ലാഹു പൊളിച്ചു കളയുമെന്ന് പറഞ്ഞത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ചിന്തിക്ക. ഈ സദസ്സിലിരുന്നിട്ട് നെഞ്ചകത്തേക്കൊന്ന് കൈവച്ചിട്ട് പറയാൻ പറ്റുമോ പൊന്നുമോനെ, ഇന്നലെ ഞാൻ എന്റെ ഉമ്മയോട് കയർത്തിട്ട് സംസാരിച്ചിട്ടില്ല, ഇന്നലെ എന്റെ ബാപ്പയോട് ഞാൻ ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടില്ല, എന്റെ ബാപ്പ പറഞ്ഞതല്ല ഞാൻ കേട്ടിരുന്നവനാ. ആർജവത്തോട് ആണത്തത്തോട് എന്റെ പിതാവിന്റെ കൽപ്പനക്കപ്പുറത്തോട്ട് പോയിട്ടില്ല എന്ന് പറയാൻ ധൈര്യമുള്ള ചെറുപ്പക്കാരുണ്ട്. എന്റെ ഉമ്മാന്റെ വാക്കിനപ്പുറത്തോട്ട് പോയിട്ടില്ല എന്ന് പറയാൻ ധൈര്യമുള്ള ചെറുപ്പക്കാരുണ്ട്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, വീടിന്റെ കത്തട്ടിൽ ഇരിക്കുന്ന ശരീരങ്ങൾ ചുക്കിച്ചുളഞ്ഞു പോയ, നമ്മളെ പോലെ കാണാൻ സൗന്ദര്യമില്ലാത്ത, തൊലിവെളുപ്പില്ലാത്ത, നല്ലതുപോലെ ഉണ്ടായിരുന്ന തൊലികൾ പോലും ചുക്കിച്ചുളഞ്ഞു പോയ പ്രിയപ്പെട്ട ഉമ്മ ഇന്ന് നിനക്കുന്ന ഭാരമായി മാറുന്ന കാലഘട്ടമാ. ഇന്ന് ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോ ന്യൂ ജനറേഷന്റെ എല്ലാ മേലാവിലാസങ്ങളും നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് കടന്നു വരികയാ. ഉമ്മാനെ വിളിക്കാൻ മടിക്കുന്ന കാലഘട്ടമാ, പാപ്പയെ പാപ്പാന്ന് വിളിക്കാൻ മടിച്ചു പോകുന്ന കാലഘട്ടമാണ്. അല്ലാഹുവിന്റെ റസൂല് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് വിടന്ന് പറയാറ്, ഓ പൊന്നുമോനെ, മാലം യഅ്ഖവാലിദൈ, മാതാവിനെ വെറുപ്പിച്ചോ, പിതാവിനെ വെറുപ്പിച്ചോ, നിന്റെ ഒരു നിസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. ഒരു ളുഹറ് പടച്ചോര് വേണ്ട, ഒരു അസ്ർ പടച്ചവനിക്ക് വേണ്ട, ഒരു അസ്റും ഇശാഇന്നും അല്ലാഹുവിന്റെ റസൂല് പറയിച്ച ഒന്നും പടച്ചവനിക്ക് വേണ്ട. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ, കഴിഞ്ഞുപോയ പരിശുദ്ധമാക്കപ്പെട്ട റമളാനിന്റെ രാത്രികളില് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബാ ചെയ്തു പോയ ചെറുപ്പക്കാരാ, പടച്ചവന്റെ ഖുർആൻ എടുത്ത് വെച്ചിട്ട് യാസീൻ ഓതിയിട്ട് ദുആ ചെയ്തു പോയ ചെറുപ്പക്കാരാ, അവിടെ ഇരുന്നുകൊണ്ട് മനസ്സ് വെട്ടിയിട്ട് റബ്ബേ അറിയാതെ കുറ്റങ്ങൾ ചെയ്തുവെന്ന് പറഞ്ഞിട്ട് റബ്ബിനെ കണ്ണുനീർ ലഭിച്ചു പോയെന്ന് ചെറുപ്പക്കാരാ, ഉമ്മാന്റെ പൊരുത്തക്കേടുണ്ട് പൊന്നുമോനെ. നീ ഓതിയത് വെറുതെയാ, നിന്റെ ഖുർആൻ വെറുതെയാ, നിന്റെ സക്കാത്ത് വെറുതെയാ, നിന്റെ സദഖ വെറുതെയാ, എല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്ന് പഠിപ്പിച്ചതാരാ? ഒരിക്കലും കളവ് പറയാത്ത വിശാലത്തിന്റെ ചുണ്ടിന്റെ ഉടമസ്ഥരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ.